ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. സൗദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം. റിയാദ് അൽഖർജ് മേഖലയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച 8 ഡ്രോണുകളെ അറേബ്യൻ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടുവെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ജലീൽ കണ്ണമംഗലം നമുക്കപ്പം സൗദിയിൽ നിന്ന് ചേരുകയാണ്. ജലീൽ, എന്താണ് ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? SKN സൗദിക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. സൗദി അറേബ്യയിലെ റിയാദ് അൽഖർജ് മേഖലകളിൽ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. സൗദി പ്രതിരോധ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചു. സ്ഫോടക വസ്തുക്കൾ നിറച്ച 8 ഡ്രോണുകൾ തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ജനവാസ മേഖലകളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കിയാണ് ഡ്രോണുകൾ വന്നത് എന്നാണ് മന്ത്രാലയം പറയുന്നത്. ശത്രുക്കളുടെ ആക്രമണ നീക്കങ്ങളെ കൃത്യസമയത്ത് തിരിച്ചറിയുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവ തകർക്കുകയും ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ പൗരന്മാരുടെയും വിദേശികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇത് ഇന്ന് തന്നെ രണ്ടാമത്തെ തവണയാണ് സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നത്. നമുക്കറിയാം, അൽഖർജിലാണ് പ്രിൻസ് സുൽത്താൻ എയർബേസ്. ഇന്നലെ ഇറാന്റെ ആക്രമണം ഉണ്ടായ സ്ഥലം അത് റിയാദ് മേഖലയിലാണ്. റിയാദിൽ നിന്ന് ഏതാണ്ട് 90 കിലോമീറ്റർ അകലെയാണ്. അവിടെയാണ് അമേരിക്കയുടെ ഒരു സൈനിക താവളം ഉള്ളത്. അങ്ങനെ ആ റിയാദ് മേഖലയിലെ അൽഖർജിലും റിയാദ് സിറ്റിക്കടത്തും ഒക്കെയാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. റിയാദിലെ ഇന്ത്യൻ എംബസിക്ക് നേരെ 2 ഡ്രോണുകൾ ഉപയോഗിച്ച് പുലർച്ചെ ആക്രമണം ഉണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രാലയം അതും സ്ഥിരീകരിച്ചു. ഈ ആക്രമണത്തെ തുടർന്ന് കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായി, നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2 ഡ്രോണുകളാണ് വന്നത് ഇന്ന് ഈ എംബസിക്ക് നേരെ, അമേരിക്കൻ എംബസിക്ക് നേരെ റിയാദിലുള്ള. ഏതായാലും സൗദിക്ക് നേരെ വീണ്ടും ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.